പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീണ്ടും ദിവ്യ എസ് അയ്യർ IAS എന്ന വനിതാ IAS ഉദ്യോഗസ്ഥയെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഇന്ന് 1-2 ഫോട്ടോകൾ അയച്ചു തന്നു, 1-2 സ്ക്രീൻഷോട്ട്. ആ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥയുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ടുകളാണ്. ആ സ്ക്രീൻഷോട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ മന്ത്രി, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീമാൻ KM ഷാജിയുമായി ഇങ്ങനെ ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന 1-2 ഫോട്ടോകൾ ആണത്. അത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് രാവിലെ അയച്ചത്. ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ കണ്ടപ്പോഴാണ് ഈ ദിവ്യ എസ് അയ്യർ IAS എന്ന് പറയുന്ന ഈ വനിതയെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറയും എന്നാണ് എൻ്റെ ഓർമ്മ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അവസാനം ഞാൻ പറയും. സുഹൃത്തുക്കളെ, ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥ, IAS ഉദ്യോഗസ്ഥ 2014 ബാച്ചോ മറ്റോ ആണ്. അവർ KS ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണ്. ശബരിനാഥൻ നമുക്കറിയാം, ഏതാണ്ട് 1.5 മറ്റോ അരുവിക്കരയിൽ നിന്ന് MLA ആയിരുന്നു. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന ശ്രീമൻ G കാർത്തികേയൻ്റെ മകനാണ്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ വാർഡിൽ നിന്നുള്ള കൗൺസിലർ കൂടിയാണ്. എനിക്ക് ഏറെ ബഹുമാനമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കൗൺസിലറാണ് ശ്രീമാൻ KS ശബരിനാഥൻ. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ദിവ്യ എസ് അയ്യർ IAS എന്ന് പറയുന്ന ഇവരുടെ ഈ കോപ്രായിത്തരം കാണുമ്പോൾ എനിക്ക് KS ശബരിനാഥനോട് വളരെയേറെ സഹതാപം തോന്നുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ ഇവരൊരു IAS ഉദ്യോഗസ്ഥയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന പണികൾ കാണുമ്പോൾ എനിക്ക് ശബരിനാഥനോട് വളരെയേറെ ഒരു സിമ്പതിയും എമ്പതിയും ഒക്കെ എനിക്ക് തോന്നുകയാണ്. കാരണം വളരെയേറെ വിശ്വാസ്യതയുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നേതാവാണ്, കോൺഗ്രസ് നേതാവും കൗൺസിലറുമാണ് ശ്രീമൻ KS ശബരിനാഥൻ, എൻ്റെ ഒരു സുഹൃത്തു കൂടി. സുഹൃത്തുക്കളെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ എന്തോ 2-3 ചുമതലകൾ അവർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അവർ എടുത്തിട്ടുണ്ട്. 2-3 ചുമതലകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം ഒരു എക്സ്കേഡർ തസ്തിക സൃഷ്ടിച്ച് അവരെന്തോ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നോ കൊണ്ട് പറഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വെച്ചിരിക്കുകയാണ്. അവരുടെ മന്ത്രിയാണ് ശ്രീമൻ KM ഷാജി. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ മന്ത്രിയുടെ കൂടെ അവരിങ്ങനെ ചിരിച്ചുല്ലസിച്ച് ഇരിക്കുന്ന ഫോട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവർ കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത് എന്താണ് അതിൻ്റെ യുക്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവരൊരു IAS ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മന്ത്രിയുമായി ഇരിക്കുന്നതൊന്ന് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണ IAS ഉദ്യോഗസ്ഥകളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. വേറെ ഒരുപാട് വനിതാ IAS ഉദ്യോഗസ്ഥകൾ, സീനിയറും ജൂനിയറും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് IAS ഉദ്യോഗസ്ഥകൾ, വനിതകൾ കേരളത്തിലുണ്ട്. അവരാരും ഈ വനിത ചെയ്യുന്ന പണി അവർ ചെയ്യാറില്ല. അവരവരുടെ ജോലിയും ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവർ വല്ല ഇൻസ്റ്റാഗ്രാമിലോ, അവർക്കൊന്നും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവർ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അവരിടുന്നതായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് വേറെ IAS വനിതകൾ ഉദ്യോഗസ്ഥരുടെ പേരൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഈ സ്ത്രീ, ഈ IAS ഉദ്യോഗസ്ഥ അവരെന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ വീഡിയോകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്, ഒരു മാറ്റവും അവർക്കില്ല.
അവരെന്താണ് ഈ അവരുടെ സ്വന്തം മന്ത്രിമാരോടൊപ്പം ഇരിക്കുന്നത്? അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇങ്ങനെ പിന്നെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഈ വനിത ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ LDF ഇരിക്കുമ്പോൾ LDFിൻ്റെ മുഖ്യമന്ത്രി ഇപ്പം പിണറായി വിജയൻ ചിരിക്കുന്ന പ്രകൃതമേ അല്ല പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയൻ ഈ ദിവ്യ സേനയോടൊപ്പം നിൽക്കുന്ന പല ഫോട്ടോകളിലും ചിരിക്കുന്നതായി നമ്മൾ കാണുന്നു. അത്രയും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തിന് ചിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. അദ്ദേഹം ചിരിക്കുന്ന ഫോട്ടോകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട എത്രയോ ഫോട്ടോകൾ അദ്ദേഹത്തിൻ്റെ മകളെ പോലെയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ബൊക്കെ കൊടുക്കുന്ന ഫോട്ടോകൾ, ഇതൊക്കെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴത്തേക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ. ഇതുകൊണ്ട് എന്താണ് ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോകൾ, ജോൺ ബ്രിട്ടാസുമായി രഹസ്യം പറയുന്ന വീഡിയോകൾ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരികയാണ്. മനസ്സിലാവുന്നില്ല എന്താണ് ഈ സ്ത്രീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മയില്ലേ, KK രാഗേഷ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറി അയാൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറിപ്പോയപ്പോൾ കർണൻ്റെ കവചകുണ്ടലം പോലെ എനിക്ക് സുരക്ഷ ഒരുക്കി തന്ന ആളാണ് ഇയാൾ എന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ട ഒരു സ്ത്രീയാണ്. ഇവരൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അവരുടെ ഒരു തൊലിക്കെട്ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. രാകേഷ് എങ്ങനത്തവനാണെന്ന് ഇപ്പോൾ കണ്ണൂർ മനസ്സിലാവുന്നുണ്ടല്ലോ. കണ്ണൂരത്തെ എല്ലാ CPMൻ്റെ മുതിർന്ന നേതാക്കന്മാരും ആട്ടാപ്പാടലും എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് KK രാഗേഷ്. ആ KK രാഗേഷ് ഇവിടുന്ന് പോയപ്പോൾ കർണൻ്റെ കവചകുണ്ടലം പോലെ എന്നെ പിന്തുണച്ചു എന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ട സ്ത്രീയാണ് ഈ സ്ത്രീ. വേറൊരവസരത്തിൽ അവർ K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ CPM നേതാവിനെ ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ എടുത്ത് അവരുടെ ഫേസ്ബുക്കിലോ മറ്റോ പോസ്റ്റ് ചെയ്ത സ്ത്രീയാണ് ഇവർ. ആലോചിച്ച് നോക്കും നമ്മൾ. അതുപോലെ അവർ എന്തൊക്കെ ഗിമ്മിക്കുകൾ അവരെ കാണിച്ചു കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് അവരുടെ പരിപാടി. സജി ചെറിയാനുമായിട്ടിരിക്കുന്ന ഫോട്ടോ, ഇതൊക്കെയാണ് അവർ ഫേസ്ബുക്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നത്. എന്താണ് ഈ സ്ത്രീയുടെ ഉദ്ദേശം എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായി. ഇവരൊരു IAS ഉദ്യോഗസ്ഥയല്ലേ? ഇവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമില്ലേ? ആ ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമൊന്നും ഇവർ ഈ പറഞ്ഞ പോലെ സുത്യർഹമായിട്ട് നടപ്പിലാക്കുന്നുണ്ടെന്നൊന്നും നമ്മളിതുവരെ കേട്ടിട്ടില്ല. അവരുടെ വീട്ടിൽ സതീശൻ വന്നു. സതീശനുമായി ചെവിയിൽ മന്ത്രിക്കുന്ന ഫോട്ടോ എങ്ങനെയാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്? അത് അവർ കൊടുക്കുന്നതല്ലേ? അപ്പോൾ പിണറായി വിജയനുമായിട്ട് ചെവിയിൽ മന്ത്രിക്കുന്നു, പിണറായി വിജയനുമായിട്ട് സൗഹൃദം പങ്കിടുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, KK രാഗേഷിനെ പിന്തുണച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്നു. മറ്റേ ഇയാൾ എന്താണ് അയാളുടെ പേര്, ജോൺ ബ്രിട്ടാസുമായിട്ടിരുന്ന് രഹസ്യം പറയുന്നതിൻ്റെ വീഡിയോകൾ ഇടുന്നു. ഇപ്പോഴത്തെ അധികാരം മാറിയപ്പോൾ സതീശനുമായി ചെവിയിൽ മന്ത്രിക്കുന്ന ഫോട്ടോ വരുന്നു. KM ഷാജിയുമായി ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വരുന്നു. എന്തൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. IAS എന്ന് പറഞ്ഞാൽ എന്താ? സിവിൽ സർവീസ് രംഗത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനമല്ലേ IAS? ആ സ്ഥാനം അലങ്കരിക്കുന്ന സ്ത്രീയല്ലേ ഈ സ്ത്രീ? ഇവർക്ക് ഖജനാവിൽ ശമ്പളം കൊടുക്കുന്ന എന്തിനാണ്? അവരിയ്ക്കുന്ന ആ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കാര്യക്ഷമമായി സുത്യർഹമായി നിർവഹിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടല്ലേ? അല്ലാതെ ഇതുപോലെയുള്ള തരംതാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണോ അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ തൊലിപ്പുറത്തൂടെ അട്ട നടക്കുന്ന പോലെയാണ് തോന്നിയത്. അട്ട ഈ കയ്യിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലൊരു അലോസരമാണ് ഈ ഫോട്ടോകൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, എനിക്ക് ശബരിനാഥനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു. കാരണം ഇതിൻ്റെ ബ്രാൻഡ് മുഴുവൻ ബെയർ ചെയ്യുന്നത് ശബരിനാഥനല്ലേ? ശബരിനാഥൻ്റെ ഭാര്യയല്ലേ ഈ സ്ത്രീ? അപ്പം എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്താ ഇവരുടെ ഉദ്ദേശം? ഇപ്പോൾ KM ഷാജിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വരുന്നു. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താ? കഷ്ടം എന്നല്ലാതെ എന്തു പറയാനാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വേറെ എത്രയോ IAS ഉദ്യോഗസ്ഥകളായിട്ടുള്ള വനിതകളുണ്ട്. ഒരു പിടി കഥകളുണ്ട് കേട്ടോ. അതെല്ലാം ശരിയാണെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, വീഡിയോകളിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീയുടെ എനിക്കറിയില്ല അവരുടെ മാനസിക നിലയിൽ എന്തൊക്കെയോ തകരാറുകൾ ഉണ്ടോ എന്നാണ് എൻ്റെ സംശയം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് 3 പൊസിഷൻ ഉണ്ടല്ലോ. ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാം. അതിന് പകരം ഇവരെന്താ വിചാരിക്കുന്നത്? LDF ഇരിക്കുമ്പം LDF സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഇരുന്ന് ചിരിച്ച് കളിക്കുന്ന പടം ഇടുക, കുഴഞ്ഞു മറിയുന്ന പടം ഇടുക. UDF സർക്കാർ വരുമ്പോഴത്തേക്കും ആ UDF സർക്കാരിലെ മന്ത്രിമാരുമായിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇരിക്കുന്ന പടം. ഇതെന്തോ വലിയ എന്തോ ഒരു എനിക്കറിയില്ല, ഒരു വലിയ നേട്ടമായിട്ടാണോ ഈ സ്ത്രീ കരുതുന്നത്? എന്താണ് ഈ സ്ത്രീക്ക് പറ്റിയത് എന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്ത്രീക്കൊരു ഭർത്താവില്ലേ? ആ ഭർത്താവിന് സമൂഹത്തിൽ ഒരു സ്ഥാനമില്ലേ? ഒരു വിശ്വാസ്യതയില്ലേ? അയാൾ ജനകീയ അംഗീകാരമുള്ളൊരു കോൺഗ്രസ് നേതാവല്ലേ? അയാൾക്ക് നാണക്കേടല്ലേ ഇവർ ഈ ചെയ്യുന്ന പണി? ഞാൻ കേട്ടിടത്തോളം എനിക്കറിയില്ല ഇവരുടെ കൂടെ ഒരു ക്യാമറാമാനെ കൊണ്ട് നടക്കുമെന്നാണ് പറയുന്നത്. ആ ക്യാമറാമാൻ ഇതുപോലുള്ള ലൈറ്റർ മൊമെന്റ്സ് എല്ലാം എടുത്തിട്ട് അയാളാണ് പോലും ഈ റീലൊക്കെ ഉണ്ടാക്കുകയും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ചെയ്യാനും സഹായിക്കുന്ന അയാളാണെന്നും അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതിദയനീയവും അസഹനീയവുമാണ് ഇവരുടെ ഈ പണി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇംഗ്ലീഷിൽ നോസിയേറ്റിംഗ് എന്നാണ് എനിക്കിതിനെ സൂചിപ്പിക്കാനുള്ളത്. ഇവർ ഇനിയും ഇതുവരെ തുടരുമെന്ന് ഉള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. കാരണം അത്രയ്ക്ക് തൊലിക്കട്ടിയുള്ളൊരു സ്ത്രീയാണ് ഇവർ. ഞാൻ പല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റവും ഈ സ്ത്രീക്ക് വന്നിട്ടില്ല. ഈ സ്ത്രീയുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിമാരും ഒക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ ചിരിക്കുന്ന ഫോട്ടോകളൊക്കെ ഇടുന്നത് എന്തോ വലിയ കാര്യമാണ് എന്നാണ് ഈ സ്ത്രീ കരുതി വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ IASന് തന്നെ ഒരു അപമാനമാണ് ഈ സ്ത്രീ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്കിവരുടെ കൂടെ ജോലി ചെയ്യുന്ന IASലെ വനിതകളോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്കിലും ഇവരെ പറഞ്ഞ് ഇതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. IASന്റെ വില കളയുന്ന പണിയാണ് ഈ ചെയ്യുന്നത്. IAS എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിൽ ആ സ്ഥാനത്തിനൊരു വിലയുണ്ട്, അത് നശിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, സീനിയറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, അവരൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ഇവരെ ദയവ് ചെയ്ത് ഈ പണിയിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ അവസാനമായി എനിക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള KM ഷാജിയോട് പറയാനുള്ളത്, കൂടുതൽ കടുപ്പിച്ചെനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ KM ഷാജിക്ക് ഇപ്പം തന്നെ കുറേ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പുലിയായിരുന്ന KM ഷാജി ഇപ്പോൾ എലിയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളുണ്ട്. ഒരുപാട് പരിമിതികൾ മന്ത്രിയായപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് KM ഷാജിയോട് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ ഓരോ സ്റ്റെപ്പും വെക്കുന്നത് നന്നായിരിക്കും എന്ന് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള KM ഷാജി ഓർക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ KM ഷാജിയോട് പറയാനുള്ളത്.